ഹായ് ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മെയിനായിട്ട് ഇതിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ നാപ്പോളി മംഗലം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ പോയേരം ഞാൻ പുഡിങ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ആ ഒരു ദിവസം 2 ടൈപ്പ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാനിപ്പം ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. കാരണം രണ്ടും കൂടി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തായി പോകും. അപ്പോൾ പിന്നെ ഞാൻ വേറെ ചെയ്താലും ഒന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കട്ടെ. ഇതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ പുഡിങ് ഇത് ഞാൻ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഫംഗ്ഷൻ്റെ അന്നാണ് ഞാനിത് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഞാനെല്ലാം ഫ്രിഡ്ജിൽ സെറ്റായിട്ട് നമ്മളൊരു ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2.5 കപ്പോളം മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാനിതാ വേറൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് ഒരു 1/2 കപ്പോളം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജലാറ്റിന് ചൈന ഗ്രാസ് അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. ഇതെല്ലാം വലിയ ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാദ്യം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കാനുള്ളത് നമ്മളെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗനാഷ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഈ ഒരു പുഡിങ് ഒരു വാഞ്ചോ ആ ഒരു രീതിയിലുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഗനാഷ് ഉണ്ടാക്കണം. അതായത് ചോക്ലേറ്റിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗനാഷാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ഫ്രഷ് ക്രീം അധികം ഫ്ലെയിം ഹൈയിലിടാൻ പാടില്ല, ലോയിലിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. പിന്നെ അതിലേക്കൊരു ചെറിയൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 ബൗളിലേക്ക് വീണ്ടും നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് വൈറ്റ് ചോക്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ഇതില്ലേ, അപ്പോൾ അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ 2 ബൗളിലും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒഴിക്കുമ്പം തന്നെ നമ്മൾ ആ ഒരു ചോക്ലേറ്റിൽ നല്ല പോലെ മെൽറ്റായി വരും കേട്ടോ. നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ആ ഒരു കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഗനാഷ് ഉണ്ടാക്കുന്നില്ല, ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇളം ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ നല്ല പോലെ മെൽറ്റായി സെറ്റായി വരും. നമ്മൾ ചോക്ലേറ്റ് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയിട്ടില്ല ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ്. അപ്പോൾ ഇത് നേരെ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാ വേണമെന്നില്ല എന്തായാലും. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓവർ തിക്കാകാനും പാടില്ല, അധികം ഇങ്ങനെ വെള്ളം പോലെ ലൂസാകാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്പോഞ്ച് കേക്ക്, ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇത് ആ ഒരു സാധാ നമ്മളെ ആ ഒരു വാഞ്ചോൻ്റെ രീതിയിലുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഞാനിത് നോർമൽ വാനില കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആ ഒരു ട്രെയിൽ ആ ഒരു കേക്കെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുക. ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. കാരണം ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു പണിയുള്ളത്. അപ്പോൾ ഞാൻ നേരെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഫുള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന്
എന്താണ് ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സ്പൂണിട്ട് ഇളക്കിയിട്ട് കൊളാക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. കാരണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ അങ്ങ് വന്നോളും. ഇതാ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഒരു വേഞ്ചോ കേക്ക് എല്ലാം ഉണ്ടാകുമ്പം എന്താണ് ഇങ്ങനെ 2 പാർട്ടായിട്ട് അങ്ങനെയെല്ലാം കിട്ടുന്നില്ല. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്ക് പുഡിങ്ങെല്ലാം ഒരു കാണാനും ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ടൊന്ന് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നേരെ നമ്മളെ പരിപാടി മാറ്റി റെഡി ആവലാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പുഡിങ് ഞാൻ രാവിലെയാണ് ആക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ആക്കിയാലും മതി കേട്ടോ. കാരണം നമ്മൾ ഈ തലേന്നെല്ലാം ആക്കി വെക്കുന്നില്ലേ, അപ്പം മെയിനായിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മളത് ഫ്രീസറിൽ വെക്കണം. അതായത് ഫസ്റ്റ് ആക്കിയ പാടെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം നേരെ നമ്മൾ താഴേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് തണുപ്പും നല്ല പുഡിങ്ങിന് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാനങ്ങനെ ഡ്രസ്സെല്ലാം ആക്കി. പിന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒന്നാമതേ നല്ല ലേറ്റായിട്ടുണ്ടായിന് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പം തന്നെ. അപ്പം നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരമാണ്, തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും മാറ്റി റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല ടൈമായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അങ്ങനെ കൂടുതലായിട്ട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. മെയിനായിട്ട് ഞാൻ വിചാരിച്ചു ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും അങ്ങനെ എല്ലായിട്ട് എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ലീവില്ല ദിവസമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി മക്കൾസിനെ എല്ലാവരും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം എല്ലാവരും കൂട്ടി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ നല്ല ടൈം എടുക്കും കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എല്ലായിടത്തും പോകാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കൂടി പോകുമ്പം ഇവരെല്ലാവരെയും റെഡിയാക്കി എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് സൈഡാകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഏടി പോകാണ്ടിരിക്കലല്ലേ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എനിക്കിങ്ങനെ എടി പോകുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. മുമ്പെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലായിടത്തും പോകാൻ. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ എവിടെയും പോകാൻ വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെ മക്കൾസിനെല്ലാം കൂട്ടി എല്ലായിടത്തും പോയി എന്തിനാ എല്ലാവരെയും കൂടി ഇടങ്ങേറാക്കുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ല നമുക്ക് നമ്മളെ വർക്ക് തന്നെ നിൽക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോകാൻ എവിടെയും കീയലില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മളാ ഒരു ഞാൻ പറഞ്ഞില്ലേ നാപ്പോളി മംഗലമാണ്. അപ്പം ബേബിക്ക് എന്തെങ്കിലും ഗിഫ്റ്റെല്ലാം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ പെരുമ്പയിൽ ഇപ്പം തുടങ്ങിയൊരു ഷോപ്പാണ് കേട്ടോ. ഇത് ഇപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറേ ബ്രാഞ്ചെല്ലാം ഉണ്ട് കേട്ടോ. 3-4 ബ്രാഞ്ച് ഉണ്ട് തോന്നുന്നു കേട്ടോ ഇടയിലോ. അപ്പോൾ ഇത് നല്ല ഷോപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ ഒരു ഷോപ്പിൽ ഇത് ഓപ്പൺ ആക്കിയവരെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിട്ട്. കാരണം നമുക്ക് ചില ഷോപ്പെല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആടെ തന്നെ വരൂലേ. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. കാരണം ഞാൻ പയ്യന്നൂരിൽ നമ്മൾ കുറേ ബേബി ഷോപ്പിൽ പോയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും ഭയങ്കര റേറ്റുമാണ്, വലിയൊരു കളക്ഷനും അങ്ങനെയൊന്നും കാണില്ല. പക്ഷേ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് വന്നേരം ഞാൻ ഇതുപോലെ വേറൊരു ന്യൂ ബോൺ ബേബിക്ക് വാങ്ങിക്കാനാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടായ ഒരു രാത്രിയിലാണ് വന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇത് ഓപ്പണായ ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അന്നേരം തന്നെ എനിക്ക് എടുത്ത കളക്ഷനും ഇതെല്ലാം കണ്ടിട്ട് നല്ലോണം ഇഷ്ടാവും ചെയ്ത്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള റേറ്റൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് വലിയ റേറ്റൊന്നും ഇവർ വാങ്ങിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോകണം. കാരണം നമ്മൾ ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ടെങ്കിലാണ് അവരെപ്പോൾ ആ കട ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. കാരണം നമ്മളെ ഈ പയ്യന്നൂർ ഭാഗത്ത് തന്നെ കുറേ ബേബി ഷോപ്പെല്ലാം പൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ നല്ല ഹൈ ആയിട്ടുള്ള റേറ്റ് ഇടും ചെറിയ ഡ്രസ്സിന് പോലും. അപ്പം പിന്നെ കസ്റ്റമർ ആദ്യം പോയവർ പിന്നെ പോവില്ല. പക്ഷെ നമുക്കിതുപോലെ നല്ല സാധനവും നല്ലതായിരിക്കണം, നല്ല ഒരുപാട് കളക്ഷൻസും നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസും അതുപോലെ തന്നെ റേറ്റും അത്യാവശ്യം ഇതായിട്ടില്ല ഷോപ്പെല്ലാം ആകുമ്പം നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമറും കിട്ടും. ഇപ്പം ഞാൻ തന്നെ ആടെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ പോകുന്നത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു ഷോപ്പ്. അത്യാവശ്യം നല്ല പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല നല്ല ക്വാളിറ്റീസ് ആയിട്ടുള്ള നല്ല ഐറ്റംസാണ് കേട്ടോ ആ ഒരു ഷോപ്പിലുള്ളത്. അപ്പോൾ പെരുമ്പയിൽ ആ ഒരു മലബാർ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ 2 ഷോപ്പുണ്ട്. പക്ഷേ ഇത് നമ്മൾ റോട്ടുമെന്ന് നേരെ ഫസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ ഇത്. അത്
വേറെ തന്നെ കാണും. അവിടെ 2 ഷോപ്പ് അടുത്തടുത്തുണ്ട്. പക്ഷേ അതിൽ ഫസ്റ്റ് വരുന്ന ഷോപ്പാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റ് വരുന്നത് പയ്യന്നൂരേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ ഇതാ നമ്മളങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടുന്ന് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ആ കാര്യം അവിടെ എത്തിയിട്ട് കുറച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അവിടെ വന്ന ഗസ്റ്റെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയത് കുറച്ച് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് നന്നായി. കാരണം നമ്മൾ പുഡിങ് എല്ലാം ആക്കിക്കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എനിക്ക് പുഡിങ്ങെല്ലാം ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഫങ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ആക്കിക്കൊണ്ട് പോകും കേട്ടോ. പിന്നെ എനിക്ക് റെസിപ്പീസ് എല്ലാം എടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഈ പുഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും എനിക്ക് പുഡിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് തന്നെ ഈ പുഡിങ് ആക്കുമ്പോൾ ഈ മധുരം ഓവറായിട്ട് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാനങ്ങനെ കഴിക്കില്ല കേട്ടോ പുഡിങ്ങൊന്നും. പിന്നെ നമ്മളെ മക്കൾസിനും ഓവറായിട്ട് മധുരം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് റെസിപ്പീസ് എടുക്കുകയും ചെയ്യാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പുഡിങ്ങെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അധികം ആക്കിയിട്ട് എടുക്കും കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഇത് ആടുന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ ആടുന്ന് നമ്മൾ ആടെ തന്നെ അടുത്തൊരു പാർക്കുണ്ട്. പക്ഷേ ഞാൻ ആരെയും കൂട്ടാണ്ട് ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയിട്ട് ആടെ പോയതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ 2 മാത്രമായിട്ട് ആരെയും കൂട്ടാണ്ട് പോയതാണ് അവിടെ. ബാക്കിയുള്ളവരെല്ലാം അവിടെ തന്നെ നിർത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ വേഗം പോയിട്ട് വരാം. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് കുറേ നാളായിട്ടാണ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ആയിഷ ചെറിയതായിട്ടില്ല ടൈമിൽ വന്നതായിരുന്നു കേട്ടോ നാട്ടിലേക്ക്. പിന്നെ ഞാൻ ഇപ്പം ആട്ടാ വരുന്നത്. അപ്പോൾ കുറേ നാളായില്ലേ വന്നിട്ട്. അപ്പോൾ അധികം ഇതിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു പാർക്ക് കാണുമ്പോൾ എപ്പം വിചാരിക്കും വരണമെന്ന്. പക്ഷേ നമ്മൾ ഈ പോയ ദിവസവും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് വന്നതേ ഇല്ല കേട്ടോ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്താലേ നമുക്ക് നല്ലൊരു പാങ്ങുണ്ടാവും കാണാനായിട്ട്. നല്ല പുഴയും ഒരു ഈവനിങ് നല്ലൊരു പാങ്ങുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ പ്രത്യേകിച്ച് ചെറിയൊരു മഴച്ചാറിലും ഇതെല്ലാം ആയിട്ട് നല്ലൊരു പാങ്ങില്ലൊരു സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ എല്ലാം സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ആ ഒരു വെള്ളവും ഇങ്ങനത്തെ പച്ചപ്പും ഹരിതാവും എന്നെല്ലാം പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തോ ഒരു പാങ്ങല്ലേ നമുക്കുണ്ടാവല്. പിന്നെ ഇടുന്ന് കുറേ ഊഞ്ഞാലാട്ടവും ഇതെല്ലാം ആക്കി അതിൻ്റെ ഇടയിലെല്ലാം മഴ പെയ്തുകൊണ്ടുണ്ട് കേട്ടോ ചെറുങ്ങനെ. പിന്നെ നമ്മൾ ഏകദേശം പോകേണ്ട ടൈമായിട്ട് പിന്നെ ഉപ്പ ഫോണാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പോഴെങ്കിലും വന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻലി റെസിപ്പീസും പിന്നെ കാര്യമായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് ഇടുന്ന് പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നാമത് നല്ല കുറേ ആളും ഇതെല്ലാം ആകുമ്പോൾ എനിക്ക് എന്തോ മടിയാണ്. പിന്നെ നമ്മളെ ഫാത്തിമാക്ക് ആൾക്കാരെല്ലാം കാണുമ്പോഴേക്കും ഭയങ്കര ഒരു കരച്ചിലും പേടി പോലെയെല്ലാമാണ് കേട്ടോ. നമ്മൾ എവിടെ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ആൾ കൂടുന്നിടത്തൊന്നും അവളെ കൊണ്ടുപോകുക കുറവാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വ്ളോഗും റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ നമുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒറ്റൊരു പുഡിങ് മാത്രം ഞാൻ മാറ്റി വെച്ചതേനു. അപ്പം ഇത് ഞാൻ പുറക്ക് വന്നതിന് ശേഷം ഞാൻ എന്താക്കിയത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരാം.